നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ 21 മുതൽ ഏപ്രിൽ 27 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്. ഈ ആഴ്ചയിൽ 2 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 23-ാം തീയതി മീനം രാശിയിലേക്ക് മാറുന്നു. കുംഭത്തിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നു. അതുപോലെ ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് 25-ാം തീയതി പുലർച്ചെ മാറുന്നു. ഈ 2 മാറ്റങ്ങളാണ് ഈ ആഴ്ച പ്രഥമമായി ഗണിക്കുന്നത്. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് നല്ല സാമ്പത്തിക നേട്ടം തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങൾ ആർക്കാണോ കടം കൊടുത്തിട്ടുള്ളത് അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആ വസ്തുവായാലും ധനമായാലും അത് അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കലഹമോ കാരണം മാറി നിന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ബിസിനസ്സിൽ സഹായിക്കുന്നവരോ അവർ തിരിച്ചു വരുന്നതായി പുതിയ വാർത്തകൾ കേൾക്കുന്നു. യാത്ര മുടങ്ങിക്കിടന്നത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. യാത്രയുമായി ബന്ധപ്പെട്ടോ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പ്രണയം സഫലമാകുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വഴക്കോ അഭിപ്രായ വ്യത്യാസമോ പരസ്പര തെറ്റിദ്ധാരണകളോ അതെല്ലാം മാറുന്നു. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹാർത്ഥികൾക്ക്, വിവാഹം കൊതിക്കുന്നവർക്ക്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, അത് പഠനത്തിന് വേണ്ടിയിട്ടായാലും അതല്ല ഏതെങ്കിലും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായാലും താൽക്കാലികമായൊരു യാത്രയായാലും ജോലിക്കായാലും ഇനി അവിടെ വസിക്കുന്നവർക്ക് അവിടെ സ്ഥിരമായി വാസത്തിനായാലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലങ്ങളായ വാർത്തകൾ കേൾക്കുകയോ മനസ്സിന് സമാധാനം ലഭിക്കുന്ന അറിവുകൾ ലഭിക്കുകയോ ചെയ്യുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന 2 വിഷയങ്ങൾ. ഒന്ന്, ചൊവ്വ മീനം രാശിയിലേക്ക് വരികയാണ് ഇവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ. അത് അവിടെ രാഹു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ശുക്രനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില അപവാദങ്ങൾ, രാഹു കൂടി നിൽക്കുന്നതുകൊണ്ട് ചില അപവാദങ്ങൾ കേൾക്കാനിടയാകുകയോ അല്ലെങ്കിൽ ചില അനാമത്ത് ചിലവുകൾ ഇവർക്ക് വരികയോ ചെയ്യാം. തങ്ങളുടെ മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയോ നിയമത്തിൻ്റെ സഹായം തേടുകയോ ചെയ്യേണ്ടി വന്നേക്കാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അലോസരങ്ങൾ ഉണ്ടാകാൻ കാണുന്നുണ്ട്. അതുപോലെ ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സ്പീഡ്, സാഹസിക കർമ്മങ്ങൾ, സ്പീഡ് കൂടിയ വേഗത കൂടിയ കർമ്മങ്ങൾ, വേഗത കൂടി വാഹനം ഓടിക്കൽ, അതുപോലെ തന്നെ സാഹസിക പ്രവൃത്തികൾ, അഹങ്കാരത്തോടു കൂടിയുള്ള പ്രവൃത്തികൾ, ഇതെല്ലാം തന്നെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികളെല്ലാം തന്നെ നെഗറ്റീവായി റിസൾട്ട് വരുത്തും എന്ന് സൂചിപ്പിക്കുന്നു. അപകട സാധ്യതകൾ, എല്ലിനും മജ്ജയ്ക്കും ഒക്കെ അപകടമുണ്ടാകാനുള്ള സാധ്യത, പേശികൾക്ക് വേദനയുണ്ടാകാനുള്ള സാധ്യത, രക്തം വാർന്നു പോകാനുള്ള സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചിലർക്ക് സർജറിക്ക് വിധേയമാകേണ്ട സാധ്യത ചൊവ്വയൊക്കെ പോയി മോശപ്പെട്ട രാശികളിൽ നിൽക്കുന്നതുകൊണ്ട്. അതുമാത്രമല്ല ശുക്രൻ ജന്മത്തിലേക്ക് വരുന്നു. ശുക്രൻ 25-ാം തീയതി പുലർച്ചയോടുകൂടി, അപ്പോൾ ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി ശുക്രൻ ഇഷ്ടപ്പെട്ട രാശിയിലേക്ക് വരികയാണ്. ജന്മത്തിലേക്ക് വരുമ്പോൾ അത് ചൊവ്വയുടെ രാശി ആയതുകൊണ്ട് ശുക്രൻ അവിടെ സ്വല്പം അഹങ്കാരം കാണിച്ചേക്കാം. തങ്ങളുടെ വ്യക്തിത്വത്തിലും തങ്ങളുടെ സൗന്ദര്യത്തിലും ഒക്കെ കൂടുതൽ അഹന്ത ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗരിമയുണ്ടാവുകയൊക്കെ ചെയ്യാം. വ്യാഴം കൂടി നിൽക്കുന്നത് കൊണ്ട് അതിന് ഒരു വിനയത്വം ഉണ്ടാവും എന്നതേ ഉള്ളൂ. എന്നാലും പൊതുവെ സൂക്ഷിക്കുക, കാര്യങ്ങൾ അഹങ്കാരമില്ലാതെ ചെയ്യാൻ ശ്രമിക്കുക. സാമ്പത്തികമായും പ്രവർത്തനപരമായിട്ടും ഈ ആഴ്ചയും മേടക്കൂറിന് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് അതിന് താരതമ്യേന ചെറിയ തോതിൽ ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ ശല്യം ഉണ്ട് തീർച്ചയായിട്ടും ഇവർക്ക്. പക്ഷേ അവിടെ നിന്നിരുന്ന ചൊവ്വ തൊട്ടടുത്ത ദിവസം തന്നെ 11-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് വരുമാന സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കഴിഞ്ഞ ആഴ്ചയേക്കാൾ കുറച്ചുകൂടി ആശ്വാസം ലഭിക്കുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഇൻകം ഇവർക്ക് തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായം ഇവർക്ക് ലഭ്യമായി വരുന്നു. ആരെങ്കിലും പണം തരാം എന്ന് പറഞ്ഞിരുന്നവർ വാക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഈ ആഴ്ച പാലിക്കപ്പെടുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള ഗുണം, യാത്രയിൽ നിന്ന് ഗുണം, പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണം, തങ്ങളുടെ ശുഷ്കാന്തിയും തങ്ങളുടെ കർമ്മ പദ്ധതിയും കൂടുതൽ നന്നായതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഈ ആഴ്ച കാണുന്നുണ്ട്. പൊതുവെ യാത്ര കൊണ്ടും ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഇവർക്ക് ഇപ്പോൾ സഹായം ലഭിക്കും. ആ സഹായം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണത്തിന് വളരെയധികം സഹായം ചെയ്യുകയും ചെയ്യും. വിദേശത്തു നിന്ന് ധനം വരാനുള്ള യോഗം കാണുന്നു. തങ്ങളുടെ പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറി നിന്നുള്ള ചിന്ത, മാറി നിന്നുള്ള ബുദ്ധി, അതിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അതിനൊക്കെ വളരെ വലിയ
സാമ്പത്തിക നേട്ടം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. പുതിയ ചില തീരുമാനങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി കൂടുതൽ, പ്രവർത്തനപരമായി കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയും കാണുന്നു. പൊതുവെ ഗുണം കാണുന്നുണ്ട്. 12ാം ഭാവത്തിലേക്ക് ആഴ്ചയുടെ പകുതിയോടുകൂടി ശുക്രൻ വരുന്നതുകൊണ്ട് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അതും അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പണം മുടക്കുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് അല്ലെങ്കിൽ തങ്ങളുടെ കലാപരമായ പ്രവർത്തനത്തിന്, തങ്ങളുടെ വ്യക്തിത്വം ഇത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുമെന്ന് കാണുന്നു. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ഇടപെട്ടാൽ തന്നെയും ഒടുവിൽ അവർക്ക് ഒറ്റപ്പെടൽ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സുഹൃത്തുക്കളുടെ ഇടയിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്ര ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പലതും ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ബിസിനസ്സിലും അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും പ്രത്യേകിച്ചും അധികാരമുള്ള ജോലികൾ ഉള്ളവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്ത കേൾക്കുന്ന ആഴ്ചയാണിത്. കണ്ടകശനിയുടെ തടസ്സം ഉണ്ടാകും, അതുപോലെ തന്നെ വിമർശനങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള മനസ്സിൻ്റെ ശക്തിയും പ്രാപ്തിയും വളരെ വലുതായിരിക്കും ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25, 26, 27, അതായത് 5 ദിവസത്തോളം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർതത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തൊട്ടടുത്ത ദിവസം, അതായത് 23-ാം തീയതി ചൊവ്വ മീനം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് പ്രവർത്തന രംഗം വളരെ സജീവമാകുന്നു. പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം, അതുപോലെ തന്നെ നിയമ വകുപ്പ്, അതുപോലെ അധികാരത്തിൻ്റെ വകുപ്പുകൾ കാര്യമായി ഇടപെടാൻ ശാരീരികമായും മാനസികമായും സഹായിക്കുന്ന തരത്തിലുള്ള ജോലികൾ, അത്തരം മേഖലകൾ, സർജൻ തുടങ്ങിയവർക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു ഗുണം കാണുന്നുണ്ട്. അതുപോലെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണം കാണുന്നു. ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെയും കാര്യമായ ഗുണം ഉണ്ടാകുന്ന ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. എന്നാൽ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വളരെയധികം ശ്രദ്ധിക്കണം. ആഴ്ചയുടെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അപവാദമോ അല്ലെങ്കിൽ എതിർ സെക്സിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് കലഹമോ പ്രശ്നമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാം. അത് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. ചില ബന്ധങ്ങളിൽ ചെറിയ ചില വിള്ളലുകളോ അകൽച്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുടയെല്ല്, കാൽമുട്ട് ഭാഗങ്ങളിൽ ശാരീരികമായ അസ്വസ്ഥത കാണുന്നു. എല്ലിനോ അല്ലെങ്കിൽ മജ്ജയ്ക്കോ പേശികൾക്കോ ഒക്കെ വേദനയുണ്ടാകാനോ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയോ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സഹോദരന്മാർക്കും പൊതുവേ ഇപ്പോൾ വളരെ ഗുണമാണ്. തങ്ങളുടെ സഹായം കൊണ്ട് സഹോദരന്മാർക്ക് വളരെ ഗുണം കിട്ടുമെന്ന് കാണുന്നു. അവരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാൽ ഒടുവിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ പകുതിക്ക് ശേഷം സാമ്പത്തികമായി കൂടുതൽ ഉന്നതി ഇവർക്ക് കാണുന്നു. പ്രത്യേകിച്ചും കലാപരമായി ജോലി ചെയ്യുന്നവർ, അതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ തങ്ങളുടെ മതിപ്പ് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് കൂടുതൽ നന്നായി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൂടുതൽ മികവോടുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. സാമ്പത്തികമായ വർധനവും അതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാമ്പത്തിക വർധനവും പ്രവർത്തനങ്ങളിലെ വിജയവും ഈ ആഴ്ച എടുത്തു പറയത്തക്കതാണ്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും സ്പീഡുമൊക്കെ കടന്നു വരും. അതുകൊണ്ട് ആലസ്യങ്ങൾ പൊതുവെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഒപ്പം ഭയക്കേണ്ടത് തങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളും നെഗറ്റീവായിട്ടുള്ള ചില വാർത്തകളുമാണ്. അതായത് അപവാദ കഥകളൊക്കെ പ്രചരിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ അതിൻ്റെ അസ്വാരസ്യങ്ങളുണ്ടാവാം. മാതാവിന് നേരിയ തരത്തിലുള്ള അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ, വാഹനവുമായി ബന്ധപ്പെട്ടും ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. 10-ൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ സ്പീഡ് വർദ്ധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാകാൻ 4-ൽ കേതുവും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വാഹനം ഒരു ക്രമീകരിക്കപ്പെട്ട വേഗതയിൽ ഓടിക്കുന്നതായിരിക്കും ബുദ്ധി. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരോ സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തം ജോലിയിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഔത്സുക്യവും കൂടുതൽ എനർജിയും കൂടുതൽ പ്രാപ്തിയും വേഗതയും ഒക്കെ വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. സാഹസിക കർമ്മങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ചിലപ്പോൾ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ ഈ ആഴ്ച സാമ്പത്തിക നേട്ടത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും നല്ലതു തന്നെയാണ്. പിതാവിനും മാതാവിനും നേരിയ തരത്തിലുള്ള ശാരീരികമായ അവശതയോ നയന സംബന്ധമായോ ഹൃദയ സംബന്ധമായോ അസുഖമുണ്ടാകാനോ സാധ്യതയുണ്ട്. വിദേശ പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് ആദ്യം ഒരു തടസ്സമുണ്ടാകാം, പിന്നീട് അത് മാറിക്കിട്ടുന്നതാണ്. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക.
അതോടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിന്നിരുന്ന ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് പോവുകയാണ്. 9-ാം ഭാവം വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശുക്രനും അതുപോലെ തന്നെ ബുധനും അതുപോലെ തന്നെ രാഹുവുമാണ്. രാഹു പാപഗ്രഹമായതിനാൽ ചൊവ്വയുടെ സ്വാധീനം പാപ സ്വാധീനം അവിടെ വർദ്ധിക്കും. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാൽ ഒരു മിതത്വം ഉണ്ടാകുമെന്നേ ഉള്ളൂ. പിതാവിന് എന്തെങ്കിലും ശസ്ത്രക്രിയ സംബന്ധമായ കാര്യമോ അല്ലെങ്കിൽ ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ചെറിയൊരു മാറ്റം ഉണ്ടായേക്കാം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക ഇവർക്കും ഒരു ആവശ്യമായി വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഇവരുടെ അതായത് ഈ നക്ഷത്രക്കാർ ഡ്രൈവ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. മറ്റുള്ള വാഹനങ്ങളിൽ ഓവർ സ്പീഡിലൊക്കെ പോകുന്നതും ഇവർക്കത്ര നല്ലതല്ല എന്ന് കാണുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇവരോട് താല്പര്യമുള്ള കാരണവസ്ഥാനത്തുള്ളവർ, പിതാവ്, കാരണവസ്ഥാനത്തുള്ളവർ, ഗുരുക്കന്മാർ, അധ്യാപകർ, ഇങ്ങനെ ഉന്നതമായ പ്രായം കൊണ്ട് ഉന്നതമായ ബഹുമാനിക്കേണ്ട മനുഷ്യരോട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അവരിൽ നിന്ന് ഒരു വിധത്തിലുള്ള ശാപവും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മയത്തോടുകൂടി മിതത്തോടുകൂടി അവരോടൊക്കെ സംസാരിക്കാനും മര്യാദയോടുകൂടി പെരുമാറാനും പരമാവധി ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിൽ ഈ ആഴ്ച ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾ വിട്ടുപോയേക്കാനുള്ള സാധ്യത കാണുന്നു. പിതാവിൻ്റെ അഭിപ്രായങ്ങളെ വിലവയ്ക്കാതിരിക്കുക, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ നിന്ദിക്കുക, കാരണവസ്ഥാനത്തുള്ളവരോട് അഹന്തയോടുകൂടി പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ പകുതിയോടുകൂടി ശുക്രൻ 10-ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് കർമ്മരംഗം എന്തായാലും ഇവർക്ക് വളരെ അനുകൂലമായി വരുന്നു. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. പിന്നീടുള്ള മാസങ്ങളിലും ഇവർക്ക് ആഴ്ചകളിലുമൊക്കെ തന്നെ സാമ്പത്തിക നേട്ടം എന്തായാലും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ കലാപരമായ കഴിവുള്ളവർ, നന്നായി സംസാരിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ കൂടുതൽ അനുകൂലമായ ചില ദിവസങ്ങളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യത്തിലും പ്രവർത്തനങ്ങളിലും ദോഷമൊന്നും കാണുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ പെരുമാറ്റത്തിലെ കാര്യങ്ങളാണ്. ചില പ്രത്യേക നെഗറ്റീവ് ആസ്പെക്റ്റ് ഇപ്പോൾ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാകാം. അത് ഇവർക്ക് ദോഷമായി വരും. ഉടനെ അല്ലെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളിലെങ്കിലും അത് പ്രതിഫലിച്ചേക്കാം. അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും അതുപോലെ തന്നെ 2-ലെ കേതുവിൻ്റെയും ഉപദ്രവം ഉണ്ട്. അതിനോടൊപ്പം തന്നെ 8-ാം ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ബുധനാണ്, രാഹുവാണ്. ശുക്രൻ 2 ദിവസത്തേക്ക് കൂടി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് 9-ലേക്ക് പോകും. അത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ചൊവ്വ കൂടി 23-ാം തീയതി മുതൽ കടന്നു വരികയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ചൊവ്വയുടെ സ്വാധീനം അഷ്ടമഭാവത്തിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല. വാഹന സംബന്ധമായ കാര്യങ്ങളിലും സഹോദരന്മാരുമായുമൊക്കെ കലഹിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം, ഹൃദയത്തിൻ്റെയും അതുപോലെ തന്നെ ഉദരത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു സെപ്പറേഷൻ ഭാഗത്ത്, വേർതിരിവിൻ്റെ ഭാഗത്ത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള വസ്തുതകൾ ഉണ്ടാകാം. അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില സർജറികളെ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും അതിൽ നിന്നുമൊക്കെ മോചനമുണ്ട്. കാരണം 9-ലേക്ക് പോകുന്ന ശുക്രൻ ഇവർക്ക് കൂടുതൽ ഗുണത്തെ നൽകും. 9-ൽ നിൽക്കുന്ന വ്യാഴത്തിന് മറ്റൊരു ആചാര്യനായ ശുക്രൻ്റെ സഹായം കൂടി വരുമ്പോൾ അത് വളരെ ഗുണകരമാണ്. ഗുരു ശുക്ര യോഗം 9-ൽ വരുന്നതും വളരെ ഈശ്വരീയമായ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗുണമാണ്. അതുകൊണ്ട് ദോഷമൊന്നും തന്നെ കാണുന്നില്ല. തൽക്കാലത്തെ തടസ്സങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളുമെല്ലാം മാറും. പ്രത്യേകിച്ചും ആഴ്ചയുടെ മധ്യഭാഗത്തോടുകൂടി ഇവർക്ക് ഓർക്കാപ്പുറത്ത് കുറേ ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും വളരെ ഉയർച്ചയുണ്ടാകുന്നതാണ്. സ്ത്രീ സംബന്ധമായ ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില വിഷമങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഗൃഹസ്ഥാശ്രമികൾക്കും അതുപോലെ തന്നെ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്നവർക്കുമൊക്കെ ഉണ്ടായിരുന്ന ചില ചെറിയ തെറ്റിദ്ധാരണകളോ അസ്വാരസ്യങ്ങളോ അതൊക്കെ മാറാവുന്ന ഒരു അവസ്ഥ ഈ ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി കാണുന്നു. യാത്ര കൂടുതൽ അനുകൂലമായി വരുന്നു. ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം 25-ാം തീയതിക്ക് ശേഷം കൂടുതൽ ഗുണമായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യത്തെ പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായ നേട്ടവും യാത്ര കൊണ്ട് ഗുണവും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനവും സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ബന്ധുമിത്രാദികളുമൊത്ത് നല്ല സഹകരണവും കാണുന്നു. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഉള്ള ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദ കഥകൾ പ്രചരിക്കാം, ശാരീരികമായ അവശതയുണ്ടാവാം, മനസ്സിന് വല്ലാത്ത ശല്യം തോന്നാം, മറ്റു ദുസ്സഹമായ അവസ്ഥകൾ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങൾ ഗുണകരമാണ് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണെങ്കിലും അനുഭവിക്കേണ്ട കാര്യങ്ങൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതാത് ഉപാസനാമൂർത്തികളെ കൃത്യമായി ജപിക്കുക, ആരാധിക്കുക, പാപപരിഹാരങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണ്, ഹൃദയം, അതുപോലെ തന്നെ ഞരമ്പുകൾ, ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഇത് 9-ൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് എന്തായാലും പിതാവിന് വളരെ ഗുണത്തെ കൊടുക്കും. സൂര്യൻ അവിടെ ഉച്ചനാണ്. അതുകൊണ്ട് തന്നെ അധികാരികളുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല തീരുമാനങ്ങൾ ഇവർക്ക് എടുക്കാൻ സാധിക്കും. അവരുടെ ഇഷ്ടത്തിന് പാത്രീഭവിക്കപ്പെടും ഈ നക്ഷത്രക്കാർ എന്നതും വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ ആഴ്ച ഇവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങളാണ്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 23, 24, 25 ആണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. 7ാം ഭാവത്തിലേക്ക് ചൊവ്വ കടന്നു വരികയാണ്. അവിടെ ശുക്രൻ നേരത്തെ തന്നെ നിൽപ്പുണ്ട്, ബുധനുണ്ട്, രാഹുവുണ്ട്, ജന്മത്തിൽ കേതുവുണ്ട്, അഷ്ടമത്തിൽ വ്യാഴമുണ്ട്, 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ആകട്ടെ ശനി. 6-ൽ നിന്നുകൊണ്ടാണ് 23-ാം തീയതി ചൊവ്വ 7ാം ഭാവത്തിലേക്ക് വരുന്നത്. ചൊവ്വ 7ലേക്ക് വരുന്ന അത്ര നല്ലതല്ല. ശുക്രനും കൂടി അവിടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ സംശയത്തിൻ്റേതായ ചില കലഹങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഇല്ലാത്ത കഥകൾ ഉണ്ടെന്ന് പറഞ്ഞ് അതൊരു കലഹത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു. രാഹു കൂടി നിൽക്കുന്നത് കൊണ്ട് ഛായാഗ്രഹമായ രാഹു തീർച്ചയായും ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിൽ വളരെ മിടുക്കനാണ്. അതുകൊണ്ട് അഭ്യൂഹങ്ങൾ പരത്തുക, സംശയങ്ങൾ പരത്തുക, നുണക്കഥകൾ പരത്തുക, ഇതൊക്കെ ഉണ്ടാകാം. ബുധൻ പുറകോട്ട് സഞ്ചരിക്കുന്നുണ്ട്. ബുധനും അവിടെ ഗുണമൊന്നും ചെയ്യില്ല. അഷ്ടമത്തിലാണ് ശുക്രൻ 25-ാം തീയതി മുതൽ വരുന്നത്. അതും ദാമ്പത്യ കാര്യത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം, സുതാര്യത പാലിക്കണം. അല്ലെങ്കിൽ സംശയത്തിൻ്റേതായ യാതൊരു അവസ്ഥയും ഉണ്ടാക്കരുത്. ചിലപ്പോൾ ഒരു കാര്യവും കാണില്ല, വെറുതെ തെറ്റിദ്ധരിക്കും ആളുകളെ. പ്രത്യേകിച്ചും സ്ത്രീകൾ പുരുഷന്മാരെ തെറ്റിദ്ധരിക്കാം, ഈ നക്ഷത്രക്കാരെ. അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യമായിരിക്കുക. മനഃപൂർവ്വമാണെങ്കിൽ പോലും തങ്ങളുടെ നിഷ്കളങ്കത വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരാഴ്ചയായിട്ട് വേണം ഈ ഒരാഴ്ചയെ കൺസിഡർ ചെയ്യാൻ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഓർക്കാപ്പുറത്ത് കുറച്ച് ധനസഹായം ഇവർക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളാലൊക്കെ സഹായമുണ്ടാകും. അതുപോലെ തന്നെ ഗുരുസ്ഥാനത്തുള്ളവർ, അവരുടെ മേലധികാരികൾ, ഇവരിൽ നിന്നൊക്കെ പണം വരാനുള്ള സാധ്യതയുണ്ട്. കണ്ണിന് പ്രത്യേകം ആരോഗ്യം കൊടുക്കണം. അതുപോലെ തന്നെ തല, ചെവിയുടെ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, തൊണ്ടവേദന, ചിലപ്പോൾ വൈറൽ ഡിസീസ്, ഇതൊക്കെ വന്നേക്കാം. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, ശേഷം 26, 27 ആണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത്. അത് നല്ലത് തന്നെയാണ്. അവിടേക്ക് ശുക്രൻ കൂടി കടന്നു വരുന്നു. ശുക്രൻ വരുന്നത് 25-ാം തീയതി തൊട്ടാണ്. ശുക്രനും വ്യാഴവും ഒരുപോലെ 7ാം ഭാവത്തേക്ക് വരുമ്പോൾ ഇവർക്ക് പൊതുവേ പല മോഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടണം, ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടണം. പണവും അതുപോലെ തന്നെ പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങളിലും, അതുപോലെ സമൂഹത്തിൽ വിലപിടിപ്പുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ വാഹനങ്ങളോ അതുപോലെ മറ്റേതെങ്കിലും അമൂല്യ വസ്തുക്കളോ ഒക്കെ നേടാനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് നേരിയ തോതിലെങ്കിലും ശുഭപ്രതീക്ഷ തരുന്ന ചില വാർത്തകൾ കേൾക്കാനിടവരും. ഭാവിയിൽ അത് ഗുണകരമായിട്ട് വരുന്ന അവസരവും കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. 6ാം ഭാവത്തിലാണ് ഇവർക്കിപ്പോൾ ചൊവ്വ കടന്നു വരുന്നത്. 23-ാം തീയതി മുതൽ ചൊവ്വ 6-ൽ വരുന്ന അത്ര ദോഷമൊന്നുമല്ല. ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങളോ ചില സർജറിയോ ഒക്കെ ഉണ്ടാകാമെങ്കിലും ശത്രുവിന് മേൽ വിജയം കാണുന്നു, തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. തങ്ങൾക്ക് കിട്ടാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നീണ്ടിങ്ങനെ പോയിരുന്നതിന് ഒരു അവസാനമുണ്ടാകുന്നു. അത് ശുഭപ്രതീക്ഷയുടെ അവസാനമാണ്. ശുഭപ്രതീക്ഷയിലാണ് അതിൻ്റെ അവസാനം വരുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ പല അനുഭവങ്ങളും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ശത്രുവിന് മേൽ വിജയമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കടം വാങ്ങിച്ചിട്ട് ആയിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. എന്നാലും ആ കടം ഇവർക്ക് ഉടനെ ഒരു ശല്യമായി വരുന്നില്ല. തങ്ങളുടെ കയ്യിൽ തങ്ങൾ അധ്വാനിച്ചുണ്ടാകുന്ന, തങ്ങൾക്ക് ലാഭമായി കിട്ടുന്ന പണത്തിൽ നിന്ന് തന്നെ ഈ കടം വളരെ ഈസിയായിട്ട് വീടാൻ സാധിക്കുന്നൊരവസരം കൂടി കാണുന്നുണ്ട്. അതിൻ്റെ തുടക്കമാവാം ഈ ആഴ്ച. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ ഇവർക്ക് ഗുണം കാണുന്നു. ചിലർ, ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളി ചിലപ്പോൾ വിദേശത്ത് പോയിട്ട് ഇവർക്ക് അവിടെ സ്ഥിരമായി വാസത്തിനൊക്കെ ഉള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അനുകൂലമായി കേൾക്കാനിടവരുന്ന ആഴ്ച കൂടിയാണിത്. അതുപോലെ തന്നെ ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നവർക്കും അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകുന്നു. പൊതുവെ ഗുണകരമാണ് സാമ്പത്തികമായ കാര്യത്തിലും മറ്റു പലതിലുമൊക്കെ. ഉദര സംബന്ധമായ ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ലിവർ, കിഡ്നി, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്,
ഇവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളാണ്. നല്ല ദിവസങ്ങളെന്ന് പറയുമ്പോൾ 23, 24, 25 തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടകശനി, അതുപോലെ തന്നെ വ്യാഴവും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ദോഷങ്ങളുണ്ട്. ഇപ്പോൾ ശുക്രൻ കൂടി 25-ാം തീയതി മുതൽ 6-ാം ഭാവത്തിലേക്ക് മാറുന്നു. അതുകൊണ്ട് ഈ ആഴ്ചയുടെ പകുതി കഴിയുമ്പോൾ ഇവർക്ക് കുടുംബ സംബന്ധമായ, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയും ഒത്തുള്ള ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രതികൂലമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. അനിഷ്ടകരങ്ങളായ ചില വാർത്തകളോ ചില പ്രവർത്തനങ്ങളോ കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആഴ്ചയുടെ പകുതി വരെ, അതായത് ഏകദേശം 21 മുതൽ 25-ാം തീയതി വരെയൊന്നും ഇവർക്ക് അത്ര ദോഷങ്ങൾ കാണുന്നില്ല. കാരണം ശുക്രൻ ബലവാനായിട്ട് 5-ൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യം അനുകൂലമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അത് അത്രമേലൊന്നും ഇവരെ ബാധിക്കാനിടയില്ല. എന്നാലും തൊലിപ്പുറമേയുള്ള ചില ചെറിയ മുറിവുകൾ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചില വൈമനസ്യങ്ങളോ വൈഷമ്യങ്ങളോ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റിസോ അല്ലെങ്കിൽ മറ്റ് അസിഡിറ്റിയോ ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും 25-ാം തീയതിക്ക് ശേഷം. മറ്റു ദോഷങ്ങൾ വലുതായിട്ട് ഇവരെ ബാധിക്കുന്നില്ല. ആഴ്ചയുടെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഇവർക്ക് കുറേ സാമ്പത്തിക നേട്ടം വരുന്നുണ്ട്, പ്രവർത്തനങ്ങളിൽ വിജയവും വരുന്നുണ്ട്. അത് ഈ ആഴ്ച ഇവരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഇടത്തെ ചെവി, ഇടത്തെ കൈ, ഷോൾഡർ, ഈ ഭാഗങ്ങളിലൊക്കെ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, സ്ത്രീകൾ മുഖേന മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യത, അത് അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തോ ഇവരിൽ നിന്ന് ആരിൽ നിന്നുമാകാം. അതുകൊണ്ട് സ്ത്രീകളോട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പൊതുവെ ഈ ആഴ്ചയിൽ സാമ്പത്തികമായ നേട്ടവും അതുപോലെ പ്രവർത്തനങ്ങളിൽ അത്ര മോശമല്ലാത്ത അവസ്ഥയും ഇവർക്കുണ്ട്. മനോവിഷമം ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും തിരിച്ചും വരാനുള്ള ഒരു അവസ്ഥ കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 26, 27 അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലേക്ക് ശുക്രൻ കൂടി 25-ാം തീയതി വരുന്നു. പൊതുവെ വീട്ടിലെ അന്തരീക്ഷം, സന്താനങ്ങളുമൊത്തുള്ള ജീവിതം, ഭാഗ്യം ഇതെല്ലാം അനുകൂലമായി വരുന്നു. കഴിഞ്ഞ കുറേ നാളത്തെ വിഷമങ്ങൾക്കും തടസ്സങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി അനുകൂലമായ ഒരാഴ്ചയായിട്ട് വേണം ഈ ആഴ്ചയെ കാണാൻ. ശുക്രൻ്റെ 5-ലെ നില, വ്യാഴത്തിനോടൊപ്പമുള്ള നില വളരെ ഗുണമാണ്. ഭാഗ്യം അനുകൂലമായി വരും. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അനവസരത്തിൽ വന്നു കയറുന്ന സാമ്പത്തികം ഇവരെ ആദ്യം ഒന്ന് അന്താളിപ്പിക്കുമെങ്കിലും പല പ്രധാന കാര്യങ്ങളും ഇവർക്ക് ഈ പണം കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുന്നു എന്നതാണ് വിഷയം. പുതിയ വാഹനം വരാം, പുതിയ സ്ഥലത്തേക്ക് താമസം മാറാം, തങ്ങളുടെ പഴയ സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഒരു ശാപമോചനം കിട്ടുന്നത് പോലെ പുതിയ സ്ഥലത്തേക്ക് മാറാനിട വരും. അതുപോലെ ഓഫീസിൽ അല്ലെങ്കിൽ പ്രവർത്തന ഇടങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റീസ്, പ്രതിരോധങ്ങൾ, പ്രതികൂലമായ അനുഭവങ്ങൾ, അതിനൊക്കെ മാറ്റം വരാം. പൊതുവെ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലോ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അനുകൂലമായ വാർത്തകൾ കേൾക്കാനിടവരും. എന്നാൽ തൊണ്ടവേദന പോലുള്ള നീർദോഷത്തിൻ്റെ അസുഖങ്ങൾ അവരെ ബാധിക്കാനിടയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് കണ്ണിനുമൊക്കെ ദോഷം വരാനുള്ള സാധ്യത, ഞരമ്പുകൾക്കൊക്കെ ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാതാവിനും അത്ര ദോഷമല്ല. എന്നാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. ചൊവ്വ കൂടി 4-ാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക, സ്പീഡ് കുറയ്ക്കുക, കൂർത്തുമൂർത്ത വസ്തുക്കൾ, ഭാരമുള്ള വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും അങ്ങേയറ്റം ശ്രദ്ധിക്കുക. ജിമ്മിൽ പോകുന്നവരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 4-ാം ഭാവത്തിലെ ചൊവ്വ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ അപകട സാധ്യതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപാസനാമൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നവർക്ക് ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതിൻ്റേതായ മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാം. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഇവർക്ക് പറയാനുള്ളത് സ്കിൻ സംബന്ധമായ അലർജി ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായ നേട്ടവും പൊതുവെ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും ഭാഗ്യകരമായ വാർത്തകൾ കേൾക്കുന്ന കാര്യത്തിലും തങ്ങളുടെ ജോലിയിലുണ്ടാകുന്ന ഉയർച്ചയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലെ അനുകൂലമായ പല നീക്കങ്ങളും ഇവർക്ക് മനസ്സിനും ശരീരത്തിനും വളരെയധികം ആഹ്ലാദം നൽകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23, 24, 25 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ാം ഭാവത്തിലേക്കുള്ള ശുക്രൻ്റെ പോക്ക്, ആഴ്ചയുടെ പകുതിക്ക് ശേഷമുള്ള പോക്ക് വളരെ ഗുണകരമായ ഒരു അവസരം ആണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും കുടുംബത്തിൽ മനസ്സമാധാനവും സാമ്പത്തിക നേട്ടവും വെളുത്ത
വസ്തുക്കൾ ഉപഹാരമായി ലഭിക്കലും IT, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളോ വീട്ടുപകരണങ്ങളോ ഫർണിച്ചറോ വസ്ത്രമോ ഒക്കെ ലാഭമായി കിട്ടുന്നു. അതുപോലെ തന്നെ ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും അരിക്കച്ചവടം അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നവർക്കൊക്കെ ലാഭകരമായൊരു അവസരം കാണുന്നുണ്ട്. പൊതുവെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നു, സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. ഇവർക്കും ഭാഗ്യം അനുകൂലമാണ് എന്ന് പറയാം. കാരണം 4ാം ഭാവത്തിൽ അത് മെറ്റീരിയൽ ബെനിഫിറ്റിൻ്റെ ഏരിയയാണ്. ഭൗതികമായ നേട്ടങ്ങൾ കിട്ടുന്നിടത്ത് ശുക്രനെ പോലൊരു ഗ്രഹം ചെന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഗുണമുണ്ടാകുന്നു. വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കൂടുതൽ ഗുണമാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടവും പ്രശസ്തിയും അതുപോലെ പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. ബന്ധുക്കളോടൊത്ത് നല്ല രീതിയിൽ സഹവസിക്കാനും സമൂഹവുമായി നല്ല രീതിയിൽ ഇടപെടാനും സാധിക്കുന്നു. പൊതുവെ ഗുണകരം തന്നെയാണത്. അതോടൊപ്പം തന്നെ ഇവർക്ക് 9ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിലും ചെറിയ ചില തടസ്സങ്ങൾ പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക്, ഈ നക്ഷത്രക്കാരുടെ പേരക്കുട്ടികൾക്കും ശാരീരികമായ ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം 3ാം ഭാവത്തിലേക്ക് പോകുന്ന ചൊവ്വയുടെ ഒരു സ്വാധീനമാണ്. ചൊവ്വ 3ലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ മനസ്സിന് മടിയെല്ലാം മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നു. പല കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. അത് അവർക്ക് ഗുണകരമായിട്ട് വരുന്നു. എന്നാൽ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരികമോ മാനസികമോ ധനസംബന്ധമോ ആയ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്ക് വിധേയമാകേണ്ട അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25, 26, 27 ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 3ാം ഭാവത്തിലേക്കാണ് 3ാം ഭാവത്തിലേക്കാണ് 25ാം തീയതിയോടുകൂടി ശുക്രൻ പോകുന്നത്. ശുക്രൻ്റെ 3ലെ നില വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ലെങ്കിലും ഗുണവും വലുതായിട്ടുണ്ടാവില്ല. പാപക്ഷേത്രത്തിൻ്റെ രാശിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ഇവിടെ ചൊവ്വ 2ാം ഭാവത്തിലേക്കും വരുന്നു. ജന്മത്തിൽ നിന്ന് 2ലേക്ക് വരുന്നു. 2ൽ രാഹുവുണ്ട്. മാത്രമല്ല കൂടെ ബുധൻ പുറകോട്ട് സഞ്ചരിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം അത്ര നല്ല കാര്യങ്ങളല്ല എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവർക്ക് ആകെ ഗുണകരമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് അപഹാരമോ ദശയോ ആകാനാണ് സാധ്യത. അതുകൊണ്ട് അങ്ങേയറ്റം കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ ആഴ്ചയിൽ ചന്ദ്രൻ്റെ ചില നിലപാടുകൾ വച്ചിട്ട് ഇവർക്ക് ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ ഗുണകരമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് 25-ന് ശേഷം 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന സാമ്പത്തികമായ നേട്ടവും ഇവരുടെ കർമ്മ മേഖലയിൽ ഇവർക്ക് നന്നായി ശോഭിക്കാനും സാധിക്കുന്നു. യാത്രാഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. തങ്ങളുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജോലിക്ക് സഹായിക്കുകയോ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്യുന്നവരോടൊത്ത് നല്ല രീതിയിൽ സഹകരിക്കാൻ സാധിക്കുന്നു. അവരിൽ നിന്ന് സാമ്പത്തികമായ സഹായമോ മറ്റ് സഹകരണമോ ലഭിക്കുന്നു. ഇതെല്ലാം കാണാം. കാലിന് അസുഖമുണ്ടാകാനുള്ള സാധ്യത, കാലിന് മുടന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർവീക്കമോ ഒക്കെ ഉണ്ടായിട്ട് പ്രവർത്തനങ്ങൾക്ക്, അതായത് നടന്നു പോകാനുള്ള കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു കാര്യമാണ് ശാരീരികമായിട്ട് ഇവരെ കൂടുതൽ വരുത്തുന്നത്. മുഖവും ശ്രദ്ധിക്കണം. പല്ല്, മുഖം, കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീയുമായി ഇടപെടുമ്പോഴും ഇലക്ട്രിസിറ്റിയുമായി ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുക. ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് വിളിക്കുന്നവർ ഫോണിൻ്റെ കപ്പാസിറ്റിയൊക്കെ വച്ച് നോക്കിയിട്ട് വേണം അത് പരമാവധി ചെയ്യാൻ. കാരണം മുഖത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ചും ചാർജ് ചെയ്തുകൊണ്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ മോശം സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും 2ാം ഭാവത്തിൽ ക്രൂരഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27 ആണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലോട്ട് ചൊവ്വ വരുന്നു. അതിനുശേഷം അവിടെ ബുധൻ നിൽക്കുന്നുണ്ട്, രാഹുവുണ്ട്. അപ്പോൾ ശുക്രൻ നിൽക്കുന്നുണ്ട്. ശുക്രൻ 25-ാം തീയതി 2ാം ഭാവത്തിലേക്ക് പോകുന്നു. 2ലേക്ക് ശുക്രൻ പോകുന്നത് എന്തായാലും ഇവർക്ക് ഗുണമാണ്. ധനപരമായ കാര്യത്തിൽ പ്രത്യേകിച്ചും തങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് ജീവിക്കുന്നവർ തീർച്ചയായിട്ടും അതിന് നല്ല വില അവർക്ക് കിട്ടും. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മുഖ സൗന്ദര്യം ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വർദ്ധിക്കാനിടയുണ്ട്. തങ്ങളുടെ വ്യക്തിത്വത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു. സൗമ്യമായ സംഭാഷണം വഴി ജീവിതത്തിലെ പല വിജയങ്ങൾക്കും ഇവർക്ക് വഴിയൊരുങ്ങുന്നു. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ വാങ്ങുക, പുതിയ ഫർണിച്ചർ വാങ്ങുക,
അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജോലിസ്ഥലത്തും ചില പുതിയ മാറ്റങ്ങൾ ഇവർക്ക് വരുന്നതാണ്. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങളിൽ ചെറിയൊരു സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന ആഴ്ചയാണ്. എന്നാൽ ചൊവ്വ 23-ാം തീയതിയോടുകൂടി ജന്മത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രാഹു കൂടിയുണ്ട്. ശരീരത്തിൽ ഇൻഫെക്ഷനോ സർജറിയോ ഒക്കെ വേണ്ടി വന്നേക്കാം. ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം, സർജറി വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം വളരെ നിയന്ത്രിതമായ വേഗതയിൽ ഓടിക്കാൻ ശ്രമിക്കുക. സാഹസിക കർമ്മങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി നിൽക്കുക. ഇതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം 3 നെഗറ്റീവ് ഇഫക്റ്റുള്ള ഗ്രഹങ്ങൾ ജന്മത്തിൽ നിൽക്കുന്നുണ്ട്. 1 രാഹു, 2 ചൊവ്വ, 3 പുറകോട്ട് സഞ്ചരിക്കുന്ന ബുധൻ. ഇതെല്ലാം തന്നെ ശാരീരികമായ അവശത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22. ശനിദോഷത്തിന് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. നീരാഞ്ജനം അർപ്പിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവു നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. എല്ലാവരോടും സൗമ്യമായി പെരുമാറാനും സമമനസ്സോടുകൂടി ഇടപെടാനും ശ്രമിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. വ്യാഴത്തിൻ്റെ ദോഷത്തിന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ തുടങ്ങിയവ ചെയ്യുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് നൂറും പാലും അർപ്പിക്കുക. അർച്ചന നടത്തുക. ഓം ശ്രീ മഹാഗണപതയെ നമ എന്നോ ഓം ഗം ഗണപതയെ നമ എന്നോ കേതുദോഷത്തിന് ചെയ്യുക. മറ്റു പരിഹാരങ്ങൾ കറുകമാല അർപ്പിക്കുക. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക എന്നൊക്കെയാണ്. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.